ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു SIP സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട 5 സിമ്പിൾ സ്റ്റെപ്സ് ആണ്. കൺഫ്യൂഷൻ ഇല്ലാതെ സിമ്പിൾ സ്റ്റെപ്സ്. ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരുമിച്ച് നമുക്ക് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 1, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുമ്പോൾ തുടങ്ങണോ അതോ നന്നായി കയറി നിൽക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണോ? പലപ്പോഴും നമ്മളെ പോലെയുള്ള സാധാരണ ആളുകൾ ഇൻവെസ്റ്റിംഗിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണം ഇങ്ങനെ പാനിക് ഉണ്ടാക്കുന്നത് പോലെ NSE ഇടിഞ്ഞു, BSE ഇടിഞ്ഞു എന്നൊക്കെ കേൾക്കുന്നതാണ്. കാരണം ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്ന് നമുക്കറിയില്ല. സ്വാഭാവികമായിട്ടും ഒരു വലിയ ന്യൂസ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കരുതും എന്നാൽ കുറച്ച് വെയിറ്റ് ചെയ്യാം, തിരികെ കയറുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. അല്ലെങ്കിൽ ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോയി എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കരുതും താഴോട്ട് ഇറങ്ങിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. ഇങ്ങനെ നമ്മുടെ ഇൻവെസ്റ്റിംഗ് ഡിലേഡ് ആവും. ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഇങ്ങനെയുള്ള ന്യൂസ് ഒന്നും വകവെക്കാതെ ഇരിക്കുക എന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിന് പോകാൻ 2 ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, മേളിലോട്ടോ താഴോട്ടോ. പിന്നെ അത് എങ്ങോട്ട് പോകാനാണ്? ഇതൊന്നും കേട്ട് നമ്മൾ കൺസേൺഡ് ആവേണ്ട ആവശ്യമേ ഇല്ല. ഇതുപോലെ വേറൊരു വെയിറ്റിംഗ് കൂടിയുണ്ട്, അതാണ് സാലറി കൂടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള വെയിറ്റിംഗ്. അവസാനം ഈ വെയിറ്റിംഗ് മാത്രമേ കാണൂ, ഇൻവെസ്റ്റിംഗ് ഒന്നും നടക്കാൻ പോകുന്നില്ല. ആദ്യം ശരിയാക്കേണ്ടത് ഈ മൈൻഡ് സെറ്റാണ്. ഈ മേളിൽ പറഞ്ഞതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. 100 രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. ഡിസിപ്ലിൻ ഉണ്ടാകും, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പേടിയും മാറും. നമ്മൾ ഈ മൈൻഡ് സെറ്റ് ശരിയാക്കിയാൽ പോലും നമ്മുടെ മുന്നിൽ ഒരു വലിയ പ്രോബ്ലമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ സോൾവ് ആക്കാം. സോ സ്റ്റെപ്പ് നമ്പർ 2, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ അത് ചെയ്യാൻ സാധിക്കുന്ന മാർഗം തന്നെ വേണം തിരഞ്ഞെടുക്കാൻ. നമുക്ക് വേണമെങ്കിൽ കയറി നോക്കാനും മോണിറ്റർ ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും പോസ് ചെയ്യാനും അമൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റണം. പക്ഷേ അതെങ്ങനെ ചെയ്യും? SIP എന്നത് കൃത്യമായിട്ടുള്ള ഇൻ്റർവെല്ലിൽ നമ്മൾ സ്റ്റോക്കോ മ്യൂച്വൽ ഫണ്ടോ ഒക്കെ വാങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് അത് വാങ്ങാൻ ഒരു ഇടം വേണം, വാങ്ങിയതൊക്കെ സൂക്ഷിക്കാൻ ഒരു സ്ഥലം വേണം. അതാണ് ഡിമാറ്റ് അക്കൗണ്ട്. എന്നാൽ ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ നേരത്തെ പറഞ്ഞ പോലെ വാങ്ങാൻ, വിൽക്കാൻ, മോണിറ്റർ ചെയ്യാൻ, പോസ് ചെയ്യാനൊക്കെ നമ്മൾക്ക് എളുപ്പമാക്കി തരുന്നത് പോലെ ഒരു ഇൻ്റർഫേസ് ഉണ്ടാക്കി തരുന്നത് ബ്രോക്കേഴ്സാണ്. ഇവരൊക്കെ തന്നെ നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളൊക്കെ സ്ഥിരം കേൾക്കുന്ന സെറോദ, ഗ്രോ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വൺ, ദൻ, ഇതെല്ലാം അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബ്രോക്കേഴ്സാണ്. ഞാൻ ഈ പറഞ്ഞത് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏത് ബ്രോക്കറിനെയും യൂസ് ചെയ്യാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹോൾഡിങ്സ്, അതായത് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സ്റ്റോക്കും മ്യൂച്വൽ ഫണ്ടും ഒന്നും ഇവരുടെ കയ്യിലല്ല, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലാണ് ഇരിക്കുന്നത്. നാളെ ഈ ബ്രോക്കർ പൂട്ടിപ്പോയാലും നമ്മുടെ ഹോൾഡിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ആ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെ കാണും. ഇവർ വെറും ഒരു ഇൻ്റർമീഡിയറി മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾ ഈസി ആക്കി തരുന്ന ഫെസിലിറ്റേഷൻ മാത്രമാണ് ഇവരിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രോക്കറിനെ തപ്പി സമയം കളയേണ്ട ആവശ്യമില്ല. സെബി രജിസ്റ്റേർഡ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഗ്രോ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, അവിടെ അങ്ങനെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ എന്ന് നമുക്ക് കാണാം. ഇത് സബ്മിറ്റ് ചെയ്ത് ഒരു സെൽഫി പ്രോസസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഡിമാറ്റ് അക്കൗണ്ട് റെഡിയാവും. സെയിം തന്നെയാണ് വേറെ ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ കയറിയാലും. ഇനി മിക്ക ആളുകളും ഇവിടെ വരെ എത്തിയാലും ഇവിടെ വരുമ്പോൾ സ്റ്റോപ്പ് അടിച്ച് നിൽക്കുന്നതിൻ്റെ റീസൺ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ സോൾവ് ആക്കും. സോ സ്റ്റെപ്പ് നമ്പർ 3, ഇൻവെസ്റ്റിംഗിലെ വലിയ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിന്റെ ഫുൾ ഗ്രാഫ് കാണിക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. പ്രോബ്ലം വേറെ ഒന്നുമല്ല, ഈ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ കയറിയാൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്, എവിടെ ഇൻവെസ്റ്റ് ചെയ്യും എന്ന കൺഫ്യൂഷൻ. അതാണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ റഫായിട്ട് ഇതിൻ്റെയൊക്കെ റിസ്ക് ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം എന്താണ്, നമുക്ക് എടുക്കാൻ സാധിക്കുന്ന റിസ്കേ എടുക്കാൻ പാടുള്ളൂ, അതിന് മുകളിലോട്ടുള്ളതൊക്കെ നമ്മൾ വേണ്ട എന്ന് വെക്കണം. ആദ്യം ഈ ഗ്രാഫ് എന്താണ് എന്ന് ഞാൻ പറയാം, എന്നിട്ട് ആ ഫുൾ ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ഈ ഗ്രാഫിന്റെ X ആക്സിസ് എന്ന് പറയുന്നത് റിസ്ക് ആണ്, Y ആക്സിസ് എന്ന് പറയുന്നത് റിട്ടേൺസ് ആണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച സാധനം തന്നെയാണ്. അതായത് ഈ ഗ്രാഫിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എത്രത്തോളം മുകളിലോട്ട് പോകുന്നോ അത്രയും റിട്ടേൺസ് തരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ആ പോയിന്റ് എത്രത്തോളം റൈറ്റിലോട്ട് പോകുന്നു, അതായത് X ആക്സിസിൽ റൈറ്റിലോട്ട് പോകുന്നു അത്രത്തോളം ആ പോയിന്റിന് റിസ്ക്കും കൂടുതലായിരിക്കും. അത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് കാണാം. ഞാൻ റാൻഡമായിട്ട് ഈ ഗ്രാഫിൽ ഒരു 3 ഡോട്ട് വരയ്ക്കാം. ഈ 3 ഡോട്ടും ഓരോ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് കരുതുക. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് 1, ഇവിടെ റിസ്ക് 2 ആണ്, റിട്ടേൺസ് 6% ആണ്. ഇനി ഇൻവെസ്റ്റ്മെന്റ് 2, ഇത് കുറെ കൂടെ മുകളിലോട്ടാണ് പോയിരിക്കുന്നത്, റൈറ്റിലോട്ടും. അപ്പോൾ റിട്ടേൺസും കൂടുതലാണ്, റിസ്ക്കും കൂടുതലാണ്. അവിടെ റിസ്ക് 5 ആണെങ്കിൽ റിട്ടേൺസ് 11%. വീണ്ടും ഇനി പോയിന്റ് നമ്പർ 3, അതായത് ഇൻവെസ്റ്റ്മെന്റ് 3, ഇവിടെ റിസ്ക് 8.5 ആണ്, അതേസമയം റിട്ടേൺസ് 16% ആണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ ആ പോയിന്റ് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചിരിക്കും അത് നമുക്ക് പൊട്ടൻഷ്യലി തരാൻ പോകുന്ന റിട്ടേൺസും അതല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട റിസ്ക്കും. അപ്പോൾ ഇവിടെ ക്ലിയർ ആണ്, റിട്ടേൺസ് കൂടുന്നത് പോലെ തന്നെ റിസ്ക്കും കൂടും. നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ അസറ്റ് ക്ലാസും കൂടെ നമ്മൾ ഈ ഗ്രാഫിലോട്ട് പ്ലോട്ട് ചെയ്താൽ ഇത് ഇങ്ങനെ ഇരിക്കും. ഇവിടെ വളരെ ബ്രോഡായിട്ട് ഓരോ അസറ്റ് ക്ലാസിന്റെയും റിസ്ക്കും റിട്ടേൺസും ഒക്കെ കാണിക്കുന്നുണ്ട്. ഈ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാറ്റഗറി എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. അതിനകത്ത്
അതിനകത്ത് തന്നെ ഓരോ അസറ്റിനകത്തും പല ഇൻവെസ്റ്റിംഗ് ഓപ്ഷൻസ് കാണും, ഇൻവെസ്റ്റിംഗ് പ്രോഡക്ട്സും കാണും. ബട്ട് നമ്മളൊരു ബിഗിനർ ആണ് എങ്കിൽ ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ മ്യൂച്വൽ ഫണ്ട്സ് മതിയാകും നമ്മുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയും എടുത്ത് നമ്മളൊരു ഗ്രാഫിലോട്ട് പ്ലോട്ട് ചെയ്താൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ റിസ്ക്കും റിട്ടേൺസും ഇരിക്കുന്നത്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയും ഉണ്ട്. ഇത് കാണുമ്പോൾ കുറച്ച് ക്ലട്ടേർഡ് ആയിട്ട് തോന്നുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് വേണ്ട ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. നമുക്ക് ആകെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് മാത്രമാണ് വേണ്ടത് എങ്കിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് മാത്രമാണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ കാണുന്ന ഗ്രാഫ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ റിസ്ക് നിശ്ചയിക്കുക, ഒരു ലൈൻ വരയ്ക്കുക, നമുക്ക് എടുക്കാൻ സാധിക്കുന്ന റിസ്കിനപ്പുറം പോകണ്ട എന്ന് വെക്കുക. ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് നമ്മുടെ ഇമോഷണൽ റെഗുലേഷന് വേണ്ടിയിട്ടാണ്. റിസ്ക് കൂടുതലുള്ള ഇൻവെസ്റ്റിംഗ് പ്രോഡക്ട്സ് ആണ് എങ്കിൽ അത് താഴോട്ടും മേലോട്ടും ഒക്കെ പോകും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഇമോഷണൽ കൺട്രോൾ ഇല്ല എങ്കിൽ അത് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കും. ചിലപ്പോൾ നമ്മൾ കയ്യിലിരിക്കുന്ന എല്ലാം എക്സിറ്റ് ആയി പോകും അല്ലെങ്കിൽ വിറ്റൊഴിവാക്കും. ഇതൊരു സീരിയസ് കാര്യമായതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഒന്ന് നോക്കി വെക്കാൻ പറയുന്നത്. കാരണം ഒരുപാട് ആളുകളും ഇൻവെസ്റ്റിംഗിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന്റെ മേജർ കാരണം അവരുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവരുടെ കയ്യിലിരിക്കുന്ന സാധനം ലോസിൽ വിറ്റൊഴിവാക്കുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കുള്ള ടൈം ഫ്രെയിം കുറച്ചേറെ ഉണ്ട് എങ്കിൽ, അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 10 വർഷത്തേക്കോ 20 വർഷത്തേക്കോ ഒക്കെ ആണ് എങ്കിൽ കുറച്ച് അധികം റിസ്ക് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം ആ നീണ്ട ടൈം ഫ്രെയിം ആ ഫ്ലക്ച്വേഷനെയൊക്കെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യും. നെക്സ്റ്റ് സെക്ഷനിൽ അതിൽ കൂടുതലായിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ അപ്പോഴും നമുക്ക് നിൽക്കുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാനൊരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞു. ഈ ലൈൻ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഈ ലൈൻ വരയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ റിസ്ക് പ്രൊഫൈൽ. റിസ്ക് പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആളിനും ഓരോ റിസ്ക് പ്രൊഫൈൽ ഉണ്ട്. അതായത് എനിക്ക് എടുക്കാൻ സാധിക്കുന്ന റിസ്ക് അല്ല വേറൊരാൾക്ക് എടുക്കാൻ സാധിക്കുന്നത്. ഒരു വീട്ടിൽ തന്നെ ഒരാൾക്ക് എടുക്കാൻ സാധിക്കുന്ന റിസ്ക് അല്ല മറ്റൊരാൾക്ക് എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിസ്ക് പ്രൊഫൈൽ കണ്ടുപിടിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിൽ ഏതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, എവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ലൈൻ വരയ്ക്കണം എന്ന് മനസ്സിലാവും. നമ്മുടെ റിസ്ക് പ്രൊഫൈൽ കണ്ടുപിടിക്കാൻ ഇഷ്ടം പോലെ മാർഗ്ഗങ്ങളുണ്ട്. വെറുതെ റിസ്ക് പ്രൊഫൈൽ അസസ്മെൻറ്റ് എന്ന് ഗൂഗിളിൽ തപ്പിയാൽ ഇഷ്ടം പോലെ ടൂൾസ് കിട്ടും. 2-3 ലിങ്ക് ഞാൻ താഴെ ആഡ് ചെയ്യാം. ഈ റിസ്ക് പ്രൊഫൈൽ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഏത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറി നോക്കിയാലും അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ സാമ്പിളായിട്ട് ഞാൻ ചെയ്ത 2 ക്വസ്റ്റ്യനെയർ നിങ്ങളെ സൈഡ് ബൈ സൈഡ് കാണിക്കാം. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആത്മാർത്ഥമായിട്ട് ഫില്ല് ചെയ്യുക. നമ്മൾ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് ഇത് ചെയ്യുന്നത്. കാരണം കൃത്യമായിട്ടുള്ള റിസ്ക് പ്രൊഫൈൽ കിട്ടുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പറ്റുമെങ്കിൽ മൾട്ടിപ്പിൾ റിസ്ക് പ്രൊഫൈൽ ടെസ്റ്റുകൾ നടത്തുക. എനിക്ക് ഇവിടെ കിട്ടിയത് 2ഇടത്തും അഗ്രസീവ് എന്നാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് അഗ്രസീവ് എന്നായിരിക്കില്ല. ചിലപ്പോൾ കൺസർവേറ്റീവ് എന്നായിരിക്കാം, മോഡറേറ്റ് എന്നായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അഗ്രസീവ് എന്ന് തന്നെ ആയിരിക്കാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് പല തരത്തിലുള്ള റിസ്ക് പ്രൊഫൈലുകൾ. അപ്പോൾ ഞാൻ എടുത്ത ടെസ്റ്റിൽ 65% ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഇനി മറ്റേ ടെസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പോലും കാണിക്കുന്നുണ്ട്. അതായത് ഞാൻ മാസം 10,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ 6,500 ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ബാക്കി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോണ്ടിലോ ഗോൾഡിലോ എവിടെയാണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോഴും ഡൗട്ട് നിൽക്കുന്നുണ്ട് ഇനി ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്ന്. അത് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 4, ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. എന്തിനാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ നമുക്ക് സാലറി കിട്ടി, ഞാൻ 2,000 രൂപ വീതം മാറ്റി വയ്ക്കുന്നു. എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്? എനിക്ക് 1-2 കൊല്ലം കഴിഞ്ഞ് ഒരു ബൈക്ക് വാങ്ങാനുള്ള ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാൻ. അപ്പോൾ അവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ട്, ഞാൻ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന്. നമ്മൾ സ്റ്റെപ്പ് 3യിൽ പലതരത്തിലുള്ള അസറ്റ് ക്ലാസ്സുകളും കണ്ടു, മ്യൂച്വൽ ഫണ്ടും ഒക്കെ നമ്മൾ കണ്ടു. എന്നാൽ നമ്മുടെ ഗോൾസിന് ചേരുന്നത് പിക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇൻവെസ്റ്റിംഗ് പ്രോപ്പർ ആകുന്നത്. പല സർവേകളും പറയുന്നത് വലിയ കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളിൽ പോലും വലിയൊരു ശതമാനം ആളുകൾക്കും ഒരു ഗോളും ഇല്ലാതെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന്. ഇനി നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ തന്നെ ഓരോ ആളുകൾക്കും ഗോൾസ് ഡിഫറൻ്റ് ആണ്. ചില ആളുകൾക്ക് വെൽത്ത് ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് ആകാം, കല്യാണമാകാം, കാറാകാം, വീടാകാം, എന്തുമാകാം. ചില സമയത്ത് നമ്മുടെ ഗോൾസ് ചെറിയ കാലത്തേക്കുള്ള ഗോൾസ് ആയിരിക്കും, അതല്ലെങ്കിൽ ചിലത് ഒരുപാട് നീണ്ട കാലത്തേക്കുള്ള ഗോൾസ് ആയിരിക്കും. ഞാൻ നേരത്തെ ഗോൾ ബേസ്ഡ് ആയിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്ത വീഡിയോ ആണിത്. ഇവിടെ കൃത്യമായിട്ട് 2 വർഷത്തേക്കുള്ള ഗോളാണെങ്കിൽ, 5 വർഷത്തേക്കുള്ള ഗോളാണെങ്കിൽ, 7 വർഷത്തിന് മുകളിലുള്ള ഗോളാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ന് ഓരോന്നും പിക്ക് ചെയ്ത് എക്സാമ്പിൾ സഹിതം കാണിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് എങ്കിൽ ഗോൾ ബേസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറയുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഇനി നമുക്ക് വേണ്ടത് ചൂസ് ചെയ്താലും അവിടെ തീരുന്നില്ല. ഉറപ്പായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് സ്റ്റെപ്പ് 5ൽ നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1ൽ നമ്മുടെ മൈൻഡ് സെറ്റ് റെഡിയാക്കി, സ്റ്റെപ്പ് 2ൽ അക്കൗണ്ട് റെഡിയാക്കി, സ്റ്റെപ്പ് 3ൽ റിസ്ക് മനസ്സിലാക്കി, നമ്മുടെ റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കി, സ്റ്റെപ്പ് 4ൽ നമ്മുടെ ഓരോ ഗോൾസും അനുസരിച്ച് ചൂസ് ചെയ്യേണ്ട മ്യൂച്വൽ ഫണ്ട് ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്
ഈ SIP സ്റ്റാർട്ട് ചെയ്യണം, അത് ഓട്ടോമേറ്റ് ചെയ്യണം. ഒരു SIP ചുമ്മാ സ്റ്റാർട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു കാര്യവുമില്ല. സോ പ്രോപ്പറായിട്ട് അത് ഓട്ടോമേറ്റ് ചെയ്താൽ മാത്രമേ യൂസ് ഉള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ബ്രോക്കർ ആണെങ്കിലും അവിടെ SIP സെലക്ട് ചെയ്ത് എത്ര എമൗണ്ട് ആണ് എന്ന് കൊടുത്ത് ഏത് ഡേറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നും കൊടുത്ത് നമ്മുടെ ബാങ്കിന് ഒരു ഓട്ടോ ഡെബിറ്റ് ഫീച്ചറും കൂടെ സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് പോകും. ഇപ്പോൾ UPI വരെ വെച്ച് നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾ ഈ 4 സ്റ്റെപ്പും അടിപൊളിയായിട്ട് ചെയ്താൽ പോലും ഈ 5ാമത്തെ സ്റ്റെപ്പ് ചെയ്തില്ല എങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നോട്ട് പോവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ 5 സ്റ്റെപ്പിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ ചെയ്താൽ ഇന്നോ നാളെയോ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഈ 5 സ്റ്റെപ്പ് പറയുമ്പോൾ ഒരുപാട് നീളമുണ്ട് എന്ന് തോന്നുമെങ്കിലും ഒരു 1-2 മണിക്കൂർ നിങ്ങളൊന്ന് മെനക്കെട്ടാൽ പോലും ഈ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇൻവെസ്റ്റിംഗ് ഒരുപാട് പഠിക്കാൻ സാധിച്ചില്ല എങ്കിലും നിങ്ങൾ ഒരുപാട് കാര്യം പഠിച്ചിട്ടുണ്ടാകും. അവിടെ നിന്നും നിങ്ങൾ കുറച്ച് മെനക്കെട്ട് ഇൻവെസ്റ്റിംഗ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗോൾ ബേസ്ഡ് ആയിട്ട് ഏതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത വീഡിയോയും 2026 വേണ്ടി സ്പെസിഫിക് ആയിട്ട് ചെയ്ത ഇൻവെസ്റ്റിംഗ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് രണ്ടും തീർച്ചയായിട്ടും നിങ്ങൾ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.